അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ജാസ്മിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അജ്മലിന് ഉണ്ടായ ഇൻസൾട്ടും അതുപോലെ നമ്മുടെ വിജിരാജിനുണ്ടായി ഈ രണ്ട് സ്പോട്ടിലും ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്. അത് ഇന്നലെ രാത്രി 12:30 എങ്ങാണ്ടാണ് ഞാൻ ഇട്ടത്. കാരണം ഞാനൊരു വർക്കിൻ്റെ കാര്യമായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. പിന്നെ ആ സ്പോട്ടിൽ ഞാൻ ചെയ്തിട്ടതാണ്. അപ്പോൾ അതിൽ കുറേ പേർക്ക് വ്യക്തമായില്ല, എന്തൊക്കെയോ വ്യക്തമായില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്, നീയൊക്കെ അവളുടെ പുറകെ നടന്നിട്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിലും വളരെ മോശമായ രീതിയിൽ നമ്മളൊരുമായി കളിയാക്കി, നമ്മൾ അവളെ പിന്നാലെ നടന്ന് ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ബിഗ് ബോസിൽ പോയ സമയത്ത് അവളില്ലാ സമയത്ത് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നീയൊക്കെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം, ഇത് ഗുണ്ടയാണ് അല്ലേ? അതെ, നമ്മളെന്തോ അവൾക്ക് ഇപ്പം നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ആ നെഗറ്റീവിൽ കുറേ കൂടി നെഗറ്റീവ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്ന പോലെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. വേണമെന്നുണ്ടായിരുന്നു ഈ ആ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നമ്മൾ വെറുതെ ഒരാൾക്ക് പറ്റിയ കാര്യം നമ്മൾ എന്തിനു പറഞ്ഞിടണം, നമ്മൾ എന്തിനു യൂസ് ചെയ്യണം എന്ന് കരുതി നമ്മൾ വേണ്ടെന്ന് വെച്ച കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ള കേസ് സീക്രട്ട് ഏജന്റിന് അറിയാം, വിവിക്ക് അറിയാം, അങ്ങനെ എല്ലാവർക്കും അറിയാം. നമ്മൾ ആരും ഇത് റിയാക്ട് ചെയ്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിജിരാജ് അഞ്ചൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിനകത്ത് നിന്ന് നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ കാര്യം എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരനെ ഇപ്പം കറുത്ത കാക്കാന്ന് വിളിച്ചെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമുക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലേ. അപ്പം അതിനകത്ത് കൂടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ കറുത്തതുകൊണ്ടാണ് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ജാസ്മിൻ കേക്ക് മുറിക്കാൻ വരാത്തത് എന്നാണ് വിജിരാജ് അഞ്ചൽ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഡൈജസ്റ്റബിൾ അല്ല, അതല്ല കാരണം. അത് കാരണം എന്താണെന്നുള്ള എൻ്റെ അക്കൗണ്ടിൽ വ്യക്തമായിട്ട്, എൻ്റെ പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അക്കൗണ്ടിനകത്ത് വ്യക്തമായിട്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ ഫുൾ വീഡിയോ കാണാം. ഫുൾ വീഡിയോ അതിലിട്ടിട്ടുണ്ട്. അതിൽ വിജിരാജ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വിജിരാജിൻ്റെ കേസിലായാലും ഈ പെട്രാക്സിൻ്റെ കേസിലായാലും ഞാൻ സ്പോട്ടിൽ ഉണ്ടായിരുന്നതാണ്, രണ്ടും കൂടെ ഉണ്ടായിരുന്നു. കാരണം വിജിരാജിനെ അവൾ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കേസാണ്. അവൾ ഓട്ടോയിൽ കയറാൻ പോയപ്പോഴും അവളുടെ അടുത്തിരിക്കാൻ വേണ്ടി വിജിരാജ് വന്നപ്പോൾ അവൾ ചാടി അപ്പുറത്തിരുന്നതും ഉൾപ്പെടെ ഞാൻ കണ്ട കേസാണ്. ഞാനതിൽ കഴിഞ്ഞിട്ട് പറയുന്നില്ല, തൊട്ട് പിന്നുള്ള വീഡിയോ. പക്ഷേ അതിലും നമ്മൾ പറയുന്നത് വെച്ചാൽ വിജിരാജിനെ കറുത്ത കാക്കാന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാം. അത് എനിക്ക് അറിയത്തില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പെണ്ണ് ഇപ്പം ഒരു നടന്നു വരുമ്പോഴത്തേക്ക് ഒരാൾ അവളെ രൂക്ഷമായിട്ട് നോക്കിയെന്ന് ആ പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഇല്ല. അതോടൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പുള്ളി പറയാണ്, പുള്ളി കേട്ടിട്ടുണ്ട്, പുള്ളി അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സൈലാണ് ഞാൻ. പക്ഷെ നമുക്ക് അറിയത്തില്ല. നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ കണ്ടു കേട്ടെന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ജാസ്മിനെതിരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരിക്കലും നമ്മൾ ഇല്ലാത്ത അലിഗേഷൻ പറയുന്നതല്ല. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള അതിൽ ഏറ്റവും കൂടുതൽ സങ്കടമായതാണ് അവൻ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നടന്നതാണ് വിജിരാജ്. അത് സത്യമാണ്. ഒരു എല്ലാവർക്കും അത് ഈ പറയുന്ന എല്ലാവർക്കും അറിയുന്ന കേസ്. സെൽഫി എടുക്കാനായിട്ട് ബാക്കിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അവോയ്ഡ് അവളെ മുത്ത് കൊഴിഞ്ഞു പോകുന്നുള്ള രീതിക്കാണ് അവൾ സത്യം പച്ചക്ക് പറഞ്ഞാൽ പട്ടിയാക്കി വിട്ട്, ഒരു വില കൊടുത്തില്ല, പട്ടിയാക്കി സത്യമാണ്. അത് അതുപോലെ തന്നെ അന്നേ ദിവസം ഞാൻ വേറൊരു ഇൻസിഡൻറ്റ്, ഈ പോയി വണ്ടിയിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഹോട്ടലിൽ പോയ ടൈമിൽ, അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. തൊട്ട് അപ്പുറത്തിരുന്ന ഒരു കടയിലിരുന്നൊരു കുട്ടി ഇവളെ കണ്ട് ഇവളെ മനസ്സിലായപ്പോൾ ആ കുട്ടിക്ക് ഇവളുടെ അടുത്ത് വരണം, ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിൽ ആ കൊച്ചു നിന്ന് കറങ്ങണം. അത് ഒരാളുടെ അപ്പിയറൻസ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ആ കൊച്ചു നിന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ ഇവളത് മൈൻഡ് പോലും ചെയ്യാതെ ആ കൊച്ചു ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് അങ്ങ് ഒഴിവാക്കി വിടുകയാണ്. അവൾക്ക് എന്തോ അവളെന്തെന്നൊക്കെയുള്ള ഒരു ജാട. അത് സത്യം പറഞ്ഞാൽ ഇത് കുറ്റമായിട്ട് പറയുന്നതല്ല, കാണുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലുള്ള അത്യാവശ്യം ജാസ്മിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. പുള്ളിക്കാരിക്ക് ഞാനെന്നൊരു ഭാവമാണ്, ഞാൻ എന്തോ ഒരു വലിയ സംഭവം, എനിക്ക് 10 മില്യൺ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബ് 10 ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ കിടിലമാണ് എന്നുള്ള ഒരു ബ്യൂട്ടി ക്വീനാണെന്നുള്ള ഒരു ജാട പുള്ളിക്കാരിക്കും ഉണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും അത് അല്ലാത്ത ആവത്തില്ല. അത് അറിയുന്നവർക്ക് അറിയാം. സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് വിജിരാനെ ഇൻസൾട്ട് ചെയ്തത്. പിന്നെ അടുത്ത് ഈ നമ്മളെ പെട്രാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് വിളിക്കണം. കാരണം ഒരുപാട് ദൂരം അല്ലടേ, തൊട്ടപ്പുറത്ത് അപ്പുറം ഇപ്പുറം റൂം. ഈ റൂം നമ്മളതാണെങ്കിൽ അപ്പുറത്തെ റൂം ജാസ്മിൻ്റെ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ ഈ റൂമിൽ ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനെ വിളിക്കാതിരുന്നത്, അത് അറിയുന്ന ആൾ, നമ്മളിപ്പോൾ കണക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഫോൺ വിളിക്കുന്ന സംസാരിക്കുന്ന. ജാസ്മിൻ ഇപ്പോൾ പേഴ്സണലി എന്തെങ്കിലും എന്നോടൊരു ഗഡ്ജ് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഫോൺ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ പല കാര്യങ്ങളിലൊക്കെ ഞാൻ ജാസ്മിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് എറണാകുളത്തെ ഷോർട്സിൻ്റെയും യൂട്യൂബിൻ്റെ മീറ്റപ്പിന് ഞാനും ജാസ്മിനെ കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണൽ ഗഡ്ജ് മനസ്സിലുള്ള കേസ് ഞാൻ അറിയുന്നില്ല. അപ്പുറത്തേക്ക് പോയി ഞാൻ വിളിക്കുന്നു, പുള്ളിക്കാരി വന്നിട്ട് ഈ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന എന്നോടും പറയും. നമ്മൾ അരമണിക്കൂർ അല്ലേ, ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഒരു അരമണിക്കൂർ അടുപ്പിച്ച് പറ്റത്തില്ലെങ്കിൽ അപ്പോഴങ്ങ് പറഞ്ഞു പറയാ. ഇത് നമ്മൾ പട്ടിയാകാൻ വേണ്ടി എന്റെ വീട്ടുകാർ ഇപ്പൊ നമ്മളടുത്ത് കാണിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി എന്നോട് കാണിച്ചു. എന്റെ വീട്ടുകാർ എന്തോ ചെയ്തു, വീട്ടുകാർ ഇപ്പൊ വരും, വൈഫ് ഇപ്പൊ വരും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എന്റെ വൈഫിന് ജാസ്മിന്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൾ വെറുത്തുപോയി, അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞു. കാര്യം വെച്ചാൽ അപ്പുറത്ത് വെയിറ്റ് ചെയ്ത് ഇപ്പൊ
വരുപ്പ് ഓരോന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ ചെന്ന് ഞാൻ അവസാനം അവളടുത്ത് വരത്തില്ല, എന്നിട്ട് ഞാൻ അവളടുത്ത് വരത്തില്ല, അവരെന്തോ തിരക്കിലാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഈ ഇതേപോലെ എന്തോ ഒരു ഇൻസിഡൻറ്റ്. അതായത് ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇട്ടതോ ഒന്നുമല്ല, ഞാൻ ജാസ്മിനെതിരെ ഇതുവരെ ഇതിന് മുന്നേ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അന്ന് ഈ തെറുത്താത്തയുടെ വിഷയം ഉണ്ടായ സമയത്ത് ആരോടോ ഞാൻ പേഴ്സണലി ഒരു അഭിപ്രായം പറഞ്ഞു, ജസ്റ്റ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അതും ഞാൻ ഉണ്ടാക്കി പറഞ്ഞ അഭിപ്രായമൊന്നുമല്ല, ഒരു കോമൺ ടോക്ക്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ആ ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറഞ്ഞോളൂ. അതിനാണ് എന്നോട് ഈ ഒരു പേഴ്സണൽ റിവെഞ്ച്. അപ്പം ഈ പറയുന്ന ബിഗ് ബോസിനകത്തും പറയുന്നുണ്ട് ഞാൻ ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കാണിക്കുന്ന ആളല്ലാതെ എന്നോട് ഗ്രഡ്ജാണ് കാണിച്ചത്. അത് കണക്ക് തന്നെ ഈ പറയുന്ന റോക്കിയുടെ അടുത്താണെങ്കിലും ഈ പറയുന്ന നോറയുടെ അടുത്താണെങ്കിലും ഇവരുടെ അടുത്തൊക്കെയും ഈ പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ് ഈ പറയുന്ന ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് റിയൽ ക്യാരക്ടർ ജാസ്മിൻ്റെ. റിയലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ആണ് ആ ജാസ്മിൻ്റെ കേസിൽ. ഞാൻ സത്യം പറയാം, ഇമ്മാതിരി ഒരു കൂറ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ. സത്യം, അമ്മാതിരി പട്ടി സ്വഭാവം. ഞാനെന്തോ എന്നുള്ള ഭാവം, ആ ഭാവം തന്നെയാണ് അവൾ ഇന്ന് ഈ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കേസിൽ അടുത്ത് ബിഗ് ബോസിൻ്റെ കേസ്, ബിഗ് ബോസ് ചെയ്ത് ശുദ്ധ പോക്കിൽ തന്നെ ഒന്നേ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയാം. കാരണം ഇപ്പം ജാസ്മിൻ്റെ വാപ്പാക്ക എന്തോ വയ്യ എന്നുള്ള രീതി പറഞ്ഞ് വിളിച്ചെന്നാണ് ബിഗ് ബോസിൽ ഇന്നലെ അവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ജാസ്മിൻ കൺസെഷൻ റൂമിൽ പോയിട്ട് വന്നിട്ടുള്ള ജാസ്മിൻ്റെ പെരുമാറ്റം അതല്ല. ഗബ്രിയെ ഒഴിവാക്കുന്നുണ്ട്, സ്ട്രാറ്റജി മാറ്റി പിടിക്കുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും എന്താണ് ഉണ്ടായെന്നുള്ളത്. അത് സംഭവം അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇന്നതാണ്, ഗബ്രി നീയും കൂടി എന്താണ് തോളി കയറ്റണമെന്ന് എന്നുള്ള രീതിയിൽ പുറത്ത് വൺ വിഷയമാണെന്ന് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് അത് കാര്യം പറയുകയും അതേ തുടർന്നാണ് ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ, അതായത് ഇത് തുടങ്ങി ഇതുവരെ ജാസ്മിൻ റിയൽ ക്യാരക്ടർ, ജാസ്മിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് അത് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ജാസ്മിൻ്റെ അഭിനയമാണ് പോയി. ഈ ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, അത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ജനങ്ങളെ മുഴുവൻ പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന് ഇപ്പോൾ ആയി തുടങ്ങി. കാരണം ഈ ജാസ്മിന് ഈ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോറയ്ക്കും ഇതേ അവസരം കൊടുക്കണമായിരുന്നു. കാരണം നോറയ്ക്കും ഇടയ്ക്ക് ഇതുപോലെ എക്സ് ഹസ്ബൻഡൊക്കെ വന്നിട്ടൊരു സീൻ ഉണ്ടാക്കി. എന്തെങ്കിലും നോറയെ വിളിച്ച് പറയണമായിരുന്നു, അങ്ങനെ സ്ട്രാറ്റജി മാറ്റി പിടിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ബാക്കിയുള്ള 18 പേർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അമ്മാതിരി പരിപാടിയാണ് ബിഗ് ബോസ് കാണിച്ചു വിട്ടിട്ട്. ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ഇതിനിപ്പോൾ എന്തൊക്കെ ന്യായീകരില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഈ കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് സംസാരിക്കണം. ഉപ്പാക്ക് ഇങ്ങനെ വിഷയമുണ്ട്, കാര്യമാണ് അല്ലാതെ ക്യാമറ കട്ട് ചെയ്തിട്ട് വീട്ടുകാർക്ക് വിളിച്ച് സംസാരിക്കാനുള്ള അവസരം അല്ലായിരുന്നു കൊടുക്കേണ്ടത്. അത് ഈ കാണിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇതാണ്, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന മറ്റ് പല കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഈ പറയുന്ന അത് ആരെന്നൊന്നും പറയുന്നില്ല, പലരും ഈ ഒരു കാര്യം കണ്ടിട്ട് വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞ് വളരെ മോശമാണ്. അവർ അന്വേഷിക്കുന്നുമുണ്ട് പല കാര്യങ്ങളും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് കൊണ്ടുവരും. ഇത് നമ്മൾ പൊളിച്ച് അടിക്കത് തരിപ്പണാക്കിയിട്ട് നമ്മൾ പോകത്തുള്ളൂ. കാരണം ജാസ്മിൻ ആരാ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാന്നുള്ളവനാണ് ഞാനും ഇവനും. നമ്മൾ പേഴ്സണലി നല്ലപോലെ മനസ്സിലായി അവളുടെ പട്ടി സ്വഭാവം. നിങ്ങൾ ചിലപ്പോൾ ഈ ജാസ്മിനെ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് വന്നിട്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ജാസ്മിനായിട്ടായിരിക്കും. ഇതിനൊക്കെ മുന്നേ ഒന്നും അല്ലാത്ത ജാസ്മിനെ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ വളർന്നു വരുന്ന ജാസ്മിനെ എങ്ങനെ വളർന്നു വന്നു, എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ള A to Z കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഇതൊന്നും വാ തുറക്കാത്തത്, പിന്നെ അവർ പോട്ടെ നമുക്ക് എന്താ. പക്ഷേ വായിലിട്ട് വിരലിട്ട് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർക്കാനിക്കും അല്ലേ? ആരായാലും മനുഷ്യ സഹജമാണ്. പിന്നെ നമ്മൾ ഈ കണ്ടന്റ് എടുക്കാതെ വിട്ട് പോയ കേസാണ് ഈ പറഞ്ഞ പോലെ വിജിരാജ് ഫസ്റ്റ് എടുത്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞ്. അപ്പോൾ അതിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞു പോയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ, ഞാനും ആ സ്പോട്ടിലുണ്ടായിരുന്നതാണ്. ഇവനും ഇൻസൾട്ട് അനുഭവിച്ചവനാണ്, അവനും അനുഭവിച്ചതാണ്. അപ്പോൾ ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യം, അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ആരെങ്കിലും പറഞ്ഞ് കേട്ടതൊന്നുമല്ല, ഞാൻ കണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ തന്നെ പണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കൽ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഇവളുടെ നാട്ടിലുള്ള ഒരു ലേഡി ഇവളെക്കുറിച്ച് കുറേ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്തു, ആ വോയിസ് വെച്ചിട്ട്. അന്ന് ഇവൾ എന്നെ വേറെ ഒരു തീരെടുത്ത് പോയി പറഞ്ഞ് ഒരു ചെറ്റ എന്നാണ് എന്നെ. ഞാൻ ഇവൾക്ക് എന്ത് ചെയ്തിട്ടാണ്, ഇവളെ കുറ്റം പോലും പറഞ്ഞിട്ടില്ല, നല്ലതാണ് പറഞ്ഞത്. എന്നിട്ട് ഇവൾ പോയി പറഞ്ഞത് ഞാൻ വേറൊരു ചെറ്റ എന്നാണ്. അപ്പോൾ ഇവളുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണെന്ന് ആൾക്കാർക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. പച്ച ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് പോയി കാണിച്ചുകൊണ്ടിരുന്നത് പച്ച അപരാധം. ഇനി അവൾ കാണിക്കാൻ പോകുന്നത് പച്ച സ്ട്രാറ്റജിയാണ്. അവൾ മാറ്റി പിടിക്കും. കാരണം വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം എന്ന്. ഗബ്രി ആയിട്ടുള്ള ഈ കളി 1.5 കളിയാണ്, പുറത്ത് നല്ല നെഗറ്റീവാണ്, അതുകൊണ്ട് അത് മാറ്റി പിടിക്കണമെന്ന്. പിന്നെ അവളുടെ പട്ടി അഭിനയം ഇന്നലെ അവിടെ കാഴ്ചവെച്ചു. കരഞ്ഞ് കള്ള കണ്ണീരിറക്കി പട്ടി അഭിനയം അതവിടെ നടത്തി വളരെ സഫലമായി
ഇതാക്കി. എന്നിട്ട് രസമൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രസം എന്ന് പറയുന്നത് ഒരു കാമുകനും കാമുകിയും വേർപെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ പറഞ്ഞാൽ ഭർത്താവ് ഭരിച്ച ഭാര്യയുടെ അവസ്ഥയായാലാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ജാസ്മിനെ. അതേപോലെ തന്നെ എന്തോ പോയ അണ്ണാനെ പോലെ ഗബ്രി ഒരു മൂലേക്ക്. എടേ ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം, അത് കണ്ട് ഡാർക്കടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റും. ഇനിയും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന യാവനെയും ഉണ്ടെങ്കിൽ ആടി അല വീറാനാണ് എനിക്ക് തോന്നുന്നത്. സത്യം അത് ഫ്രണ്ട്ഷിപ്പാണ്. അപരാധോടാ അത്, അപരാധം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അപരാധം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യം നമ്മൾ പൊളിച്ചടുക്കൂടെ. കാരണം അവൾ അത്രയ്ക്ക് കള്ളിയാ ഉള്ള കാര്യം പറയാം. പച്ച കള്ളിയാ, അഭിനയം അവൾ നടത്തുന്നു, നാട്ടുകാരെ പറ്റിക്കുന്നു. കുറെ ആൾക്കാരെ തന്നെ ഹല്ലിയോ എന്ന് പറഞ്ഞ് ചിരിച്ച് കാണിച്ചു. അതെ, ആ പണ്ടത്തെ ആ ഇഷ്യൂല് വരെ അവള് കുറെ നിരപരാധികളെയാണ് വലിച്ചു കീറിയത്. അതൊക്കെ സത്യങ്ങൾ പുറത്തു വരും, കൊണ്ടുവന്നിരിക്കും. അന്നൊന്നും വലിച്ചു കീറാത്തത് എനിക്ക് സത്യം പറഞ്ഞ ഇവളുടെ പേഴ്സണൽ സ്വഭാവം അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അവളെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി വിടത്തില്ല. പെട്രാക്സ് എൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്, പോക്കറ്റിലുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വരും കാലങ്ങളിൽ ഈ സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പൊളിയായിട്ട് താഴെ കമൻറ്റ്. പുതിയ വീഡിയോ ഇടണം. ബൈ.